സൂപർഗത്തോപ്പിലെ ഊറിയെ പോലെ മൊഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ. ശരിക്കും മുഹമ്മദ് ആഷിഖ് എന്നാണ് പേര്. വോക്കൽ ഡൂഡ് എന്നാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്, ഇൻസ്റ്റഗ്രാമിലെ പേര്. അപ്പം എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത്? ഒരു പ്രാവശ്യം ഞാൻ ഏതോ പാടിട്ടപ്പോൾ എന്നോട് അടിയിൽ വന്നെന്ന് കൈരളി ടി വിയിലെ പോലെ ഉണ്ട് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ചോദിച്ചാ? ഇല്ല, ചോദിച്ചില്ല. ഞാൻ അപ്പം തന്നെ അവനെ ബ്ലോക്ക് ചെയ്തു. ചിലയിടത്ത് പോകുമ്പോൾ ചില ആൾക്കാർ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ദഹിച്ചോളന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊരു കോളേജിൽ പോയിട്ട് അവിടെ അടി ഉണ്ടായതിന് കാരണം പരിപാടി പകുതിക്ക് വെച്ച് നിർത്തി വെച്ച് പ്രിൻസിപ്പൾ വന്ന് ഇനി പ്രോഗ്രാം നടക്കൂല. ഇതിനു മുന്നേ ആരെങ്കിലും ഇങ്ങനെ പാട്ട് പാടി പ്രപ്പോസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാട്ടുപാടി പ്രപ്പോസ് ചെയ്യില്ല, പക്ഷേ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാട്ടുപാടി പ്രപ്പോസ് ചെയ്യില്ല. എന്നെ ചെയ്താൽ മതി. ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കണം. ഇഷ്ടപ്പെട്ടില്ല. എന്ത് വിധി ഈ ജലദോഷം പ്ലസ് ആ സോങ്. சின்ன அருவிப்பும் மின்று சுடுவாலி நீயும் தும்மிரடி தும்மிரடி ஆயுசில் நூறாக என்னுயிர் உன்னோட 10 വെച്ച് തക പാർവ ഉന്നോട്. ഫാൻസിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും? ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചൊരു മെസ്സേജ് ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ് ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞ് മരണപ്പെട്ടു പോയി. നിങ്ങളെ പാട്ട് കേട്ടാണ് മൈൻഡിൽ റിലീഫ് ഉണ്ടാവാറ്. നിങ്ങളെ പാട്ട് കേൾക്കുമ്പോഴാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. അപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ടാ പോയത്. പെൺകുട്ടിയായിരുന്നു. അപ്പോ ഏത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു സ്ട്രഗിളിങ് ഉണ്ടാവും. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊക്കെ എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യണം. കാരണം കഷ്ടപ്പെട്ട് നേടുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. കടം പറഞ്ഞത് കൊടുത്തു വിട്ടുവാൻ ഒടുക്കം കണ്ടതിനൊടുക്കം കാണുവാൻ കറപ്പുരണ്ട ഒരു ജീവിതം കണ്ടിട്ട് കണ്ണടച്ചിട്ടവരൊഴിഞ്ഞു മാറുന്നു തിടുക്കം കൂട്ടി നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒടുക്കം കണ്ടിട്ട് മാത്രം ചേർന്ന് മിടുക്കു കാട്ടുവാൻ പുറത്തു പോകുമ്പോൾ മറുപടി വാക്കിന് മുന്നിട്ട്. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ അനഘ. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ശബ്ദങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരു വ്യക്തിയാണ്. ആളെ നമ്മൾ അറിയുന്നത് വോക്കൽ ഡൂഡ് എന്ന പേരിലാണെങ്കിലും ആളുടെ ശരിക്കുള്ള പേര് മുഹമ്മദ് ആഷിഖ് എന്നാണ്. നമുക്ക് വെൽക്കം ചെയ്യാം മുഹമ്മദ് ആഷിഖ്. വെൽക്കം ടു ദി ഷോ. എന്താണ് വിശേഷം? സുഖമാണ്. സുഖമായിട്ടിരിക്കുന്നു. അപ്പം എങ്ങനെ ഈ ശരിക്കും മുഹമ്മദ് ആഷിഖ് എന്നാണ് പേര്. വോക്കൽ ഡൂഡ് എന്നാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്, ഇൻസ്റ്റഗ്രാമിലെ പേര്. അപ്പം എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തിയത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോക്ക്ഡൗണിലാണ് ആദ്യം ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്തത്. ലോക്ക്ഡൗണിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ബോറടി മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോട്ട് വന്നപ്പോഴാണ് അതൊരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ചെറുപ്പത്തിൽ ഇതുപോലെ സ്റ്റേജിലൊന്നും അങ്ങനെ കയറാറുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ഈ മദ്രസകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നബിദിനൊക്കെ വരുമ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേജിൽ കയറണം. അങ്ങനെ നിർബന്ധമുള്ള കണ്ടീഷനിൽ മാത്രമേ സ്റ്റേജിൽ കയറാറുള്ളൂ. അങ്ങനെ പാട്ട് പാടാന്നുള്ളൊരു തോട്ട് തോന്നി. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ട്രാക്ക് വെച്ച് ജസ്റ്റ് ഒരു പാട്ട് പാടി വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത്. റീലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആ സമയത്ത്. ജസ്റ്റ് ഒന്ന് പാടി പോസ്റ്റ് ചെയ്ത്. അപ്പം എൻ്റെ പങ്ങളെ കൂടെ പഠിക്കണ ഒരുത്തുണ്ട്. അവൻ അത്യാവശ്യം നല്ല സിംഗറാണ്. അപ്പോൾ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞ്, എടാ വോക്കൽ കൊള്ളാം, നന്നായിട്ടുണ്ട്, നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ഒന്ന് പോയി പാടി നോക്ക്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കിങ്ങനെ അതർ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാനും പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനാണ് ആദ്യം എൻ്റെ സ്റ്റുഡിയോക്ക് പറഞ്ഞേക്കണത്. അങ്ങനെ അന്ന് പോയി പാടി. അതിനുശേഷം എന്താ പറയുക, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. കുറച്ച് ആൾക്കാർ മോശം പറഞ്ഞെങ്കിലും ടോട്ടലി എല്ലാവരും മെജോറിറ്റി ആൾക്കാരും നല്ലതാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. ഇതുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് തോന്നി. അങ്ങനെ പിന്നെ സ്ഥിരമായി സ്റ്റുഡിയോ പോക്ക്, സ്ഥിരമായിട്ട് സ്റ്റുഡിയോ പോകാൻ തുടങ്ങി. അങ്ങനെ പാടിയിടാൻ തുടങ്ങി. പിന്നെ ഈ വോക്കൽ ഡൂഡ് എന്നുള്ള പേര് വന്ന് ഇങ്ങനെ പാടി തുടങ്ങുന്ന സമയത്ത് മൈൻഡിലുണ്ടായിരുന്നു എന്തെങ്കിലും യുണീക്കായിട്ടുള്ളൊരു പേര് വേണമെന്ന്. അതായത് ആർക്കും ഇല്ലാത്തൊരു പേര് വേണമെന്ന് മൈൻഡിലൊരു തോട്ടുണ്ടായിരുന്നു. അവൻ്റെ അനിയം അൺബോക്സിംഗ് ഡൂഡ് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ട്. അവൻ്റെ അനിയം ആ സമയത്ത് അവൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ നമ്മൾ വോക്കലോട്ടാണല്ലോ നമ്മൾ കളി. അപ്പോൾ വോക്കൽ അതിന് പ്ലസ് ഡൂഡ് എന്നുള്ള ഒരു സാധനം അവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ പാട്ട് പഠിച്ചിട്ടില്ല? പാട്ട് പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ സ്കൂളിലും അങ്ങനത്തെ ഒരു പരിപാടിക്കും? സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ടിന് വേണ്ടി ഞാൻ സ്റ്റേജ് കയറിയിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഒരു എക്സ്പീരിയൻസ് പാട്ട് എന്നുള്ള ഒരു. അല്ല, അപ്പം പാട്ട് പാടാൻ കഴിവുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു? അല്ല, ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് കയറും, ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കയറും. പക്ഷെ അന്ന് പാടാൻ ഭയങ്കര പേടിയായിരുന്നു. സ്റ്റേജിൽ കയറിയ വരച്ച് പാട്ട് മുഴുവിപ്പിക്കാൻ കഴിയൂല. പകുതിക്ക് വെച്ച് 3 പ്രാവശ്യം കയറി, 3 പ്രാവശ്യം പകുതിക്ക് വെച്ച് ഇറങ്ങി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്.
ഫുള്ളാക്കി കഴിഞ്ഞിട്ടില്ല ഇത്. ഓക്കെ, അപ്പം നമുക്കൊരു പാട്ട് പാടിത്തരണം. ഞാൻ ആദ്യം എൻ്റെ അക്കൗണ്ടിൽ മില്യൺ അടിച്ചൊരു സോങ് ഉണ്ട്, തിരുച്ചിത്തറമ്പലം മൂവിയിൽ, ധനുഷിൻ്റെ തിരുച്ചിത്തറമ്പലം മൂവിയിലെ ഒരു സോങ്. കണ്ണാലെ കഥ പേസനിയോ കൈ കോർത്ത് നടപ്പോട നാനോ വേറെന്നെ വേണോ നീ മട്ടും പോതും താങ്കാതെ വരും ഞാൻ താങ്ങുമ്പോത് എന താങ്ങും തോണാക നീതാനടി യാർ വന്ന പോതും യാർ പോന പോതും നീ മട്ടു എന വിട്ട് നീങ്ങാതടി എനക്കിന് ഒരു വാനോ എനക്കിന് ഒരു മേഘോ മഴ പൊഴിയത് അത്താടിയത് താനെ നീയും എനക്കിന് ഒരു വാനോ എനക്കിന് ഒരു മേഘോ മഴ പൊഴിയത് അത്താടിയത് താനെ നീയും. സൂപ്പറായിട്ട് പാടി. അപ്പൊ വീട്ടിലെല്ലാവർക്കും പാട്ട് കേൾക്കണം എന്ന് തോന്നിയ പാട്ട് പാടിക്കൊടുക്കോ? വീട്ടില് ഉമ്മാക്കും ഉപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഉപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി എന്നോട് വന്നിങ്ങനെ പറയും. അതായത് ഉപ്പാക്ക് ഇൻസ്റ്റഗ്രാമിൽ വലിയ കുറച്ച് പ്രായമാണ്, യൂട്യൂബിലാണ് അറിയും, പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ല ആള്. യൂട്യൂബിലാണ് മെയിൻ ആയിട്ട് ആൾ ആക്റ്റീവ്, യൂട്യൂബിൽ വീഡിയോസ് കാണാറ്. അപ്പൊ എന്നോട് ഡെയിലി വന്ന് പറയും അതിങ്ങനെ 2 സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട്, 3 സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് എന്നോട് ഇങ്ങനെ പറയും. അത്ര എക്സൈറ്റ്മെന്റ് ആണ് ആൾക്ക്. എനിക്ക് ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴും അതൊക്കെ ആള് നോട്ട് ചെയ്യാറുണ്ട്. ഉമ്മയായാലും എല്ലാ കാര്യത്തിലും എനിക്കൊരു ഗൈഡ് തരാറുണ്ട്. ഉമ്മ അങ്ങനെ പറയും, ഞാൻ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ പറയും എടാ അത് വേണ്ട, മെയിനായിട്ട് ഞാൻ ചോദിക്കാറുണ്ട് അനിയനോടാ. എൻ്റെ ഒരു അനിയുണ്ട് ആസിഫ്, 10ാം ക്ലാസ് പഠിക്കണം. ഓനാണ് ഞാൻ എന്തെങ്കിലും സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അവനോട് പോയി ചോദിക്കും എടാ ഇത് ബോറുണ്ടോ മാറ്റണോ ചോദിക്കും. ഓനാണ് കറക്റ്റ് പറഞ്ഞു തരും. കാരണം ഓർക്ക് കറക്റ്റ് അറിയാം ഏതാണ് ആൾക്കാരിൽ റീച്ച് ആവുക കാര്യങ്ങളും കറക്റ്റ് അറിയാം. അപ്പം പറഞ്ഞു തരും അത് വേണ്ട കുറച്ച് ബോറാണ് മാറ്റി. ഓക്കെ, അപ്പം പണ്ട് സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ആളിപ്പം ഫുൾ കോളേജിന്റെ സ്റ്റാർ ആണ് ഇപ്പം അല്ലേ? അപ്പൊ കുറേ പരിപാടിക്ക് പോയിട്ടുണ്ട്. ഈ സീസണിൽ ഇപ്പൊ ഞാനും സഫാനും കൂടിയാണ് പോവാറ്. എന്റെ കോസിംഗർ ആവാനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പ്രോഗ്രാം ചെയ്യാറ്. അപ്പോൾ ഈ സീസണിൽ ഇപ്പൊ അറൗണ്ട് ഒരു 40ന് മുകളിൽ സ്റ്റേജിൽ ഞങ്ങൾ പെർഫോം ചെയ്തു. ഫുൾ കോളേജ് അല്ല, ഓപ്പൺ ഷോസും ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 40ന് മുകളിൽ ഷോസ് ചെയ്ത്. ഈ കൊല്ലാണ് ഞങ്ങൾ ലൈവിലേക്ക് ഇറങ്ങിയത്. ഇത്ര കാലം ഞങ്ങൾ ലൈവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ ഈ കൊല്ലാണ് 2023-24 സീസണിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ലൈവിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എന്നാലും ഫസ്റ്റത്തെ ഒരു സീസൺ അടിപൊളിയായിരുന്നു. അപ്പൊ കോളേജിലൊക്കെ പോകുമ്പോ ഉണ്ടാവുന്ന അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് കറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. കുറെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ കുറെ സ്ഥലങ്ങളുണ്ട്. അതായത് ചിലയിടത്ത് പോകുമ്പോൾ ചില ആൾക്കാർ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ദഹിച്ചോളുന്നില്ല. അതായത് ചിലപ്പോൾ അത് ഞാൻ കോളേജിന്റെ പേര് പറയണില്ല, പക്ഷെ 2-3 സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങളൊരു കോളേജിൽ പോയിട്ട് അവിടെ എന്തോ സ്പീക്കർ എന്തോ അവിടെ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മിൽ എന്തോ വിഷയം കാരണം സെക്കൻഡ് ഇയേഴ്സ് ആണ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ തേർഡ് ഇയേഴ്സ് എന്തോ സ്പീക്കർ ഷോർട്ടാക്കി. ഞങ്ങൾക്ക് അങ്ങനെ സൗണ്ട് ചെക്ക് പോലും മര്യാദ ചെയ്യാൻ കഴിഞ്ഞില്ല. പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്പീക്കർ കട്ടായി പോയി. അപ്പോൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സങ്കടത്തോടെ ഇറങ്ങി. പിന്നെ അതുപോലെ 2 സ്ഥലങ്ങളിൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടി ഉണ്ടായതിന് കാരണം പരിപാടി പകുതിക്ക് വെച്ച് നിർത്തി വെച്ച് പ്രിൻസിപ്പൾ വന്ന് ഇനി പ്രോഗ്രാം നടക്കൂല പറഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് അത് അങ്ങനത്തെ 2-3 സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട്, കാരണം അവര് എന്താ പറയാ കുട്ടികളല്ലേ, അവര് പിരിച്ച് എല്ലാവരെയും പൈസ കളക്ട് ചെയ്തിട്ടാണ് നമ്മളെ വിളിക്കുക, യൂണിയനൊക്കെ. അപ്പോൾ അവർ ഇത്രയും എഫേർട്ട് എടുത്ത്, കാരണം ഒരു പരിപാടി നടത്തേണ്ട എത്ര എഫേർട്ട് ഉണ്ട് നമുക്കറിയാം. കോളേജിൽ പഠിച്ച് പരിപാടി നടത്തിയ കാരണം എനിക്കറിയാം. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ പിരിച്ച് നമ്മളൊരു പരിപാടിക്ക് കൊടുന്ന് അത് മുഴുമിപ്പിക്കാണ്ട് പോകുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാധനം എന്താ പറയുക, നമുക്കിപ്പോൾ പരിപാടി ചെയ്താലും പൈസ, നമ്മൾ പ്രോഗ്രാമിൽ കയറുന്ന സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ പൈസ വാങ്ങിയിട്ട് കയറാം. പക്ഷെ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് അങ്ങനത്തെ 2-3 സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം പോയതിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്, അടിച്ചു പൊളിച്ച് പാടാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ആ ഒരു അതിപ്പോ ലാസ്റ്റ് ഞങ്ങളൊരു WMO കോളേജ് വയനാട് ചെയ്ത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു അവിടുന്ന്. അതായത് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്, അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള കോളേജായിരുന്നു. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ, ഒരു കൂടെ പാടുന്ന കേട്ടിട്ട് സ്റ്റക്കായി പോയി ഞാൻ. അങ്ങനത്തെ സിറ്റുവേഷൻ വന്ന് WMO വയനാട്. അടിപൊളിയായിരുന്നു. അതാണ് മറക്കാനാവാത്തൊരു. പിന്നെ അതുപോലെ
എൻ്റെ നാട്ടിലെ ഒരു പ്രോഗ്രാം ചെയ്തു പെരിന്തൽമണ്ണ. അവിടെ ടെക് വൈസ് കുറച്ച് മോശമായെങ്കിലും എനിക്ക് അറിയുന്ന പരിചയമുള്ള കുറേ മുഖങ്ങൾ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി, കസിൻസ്, ഞാൻ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന എൻ്റെ ഫ്രണ്ട്സ്, കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്. കാരണം അവരെ മുന്നിൽ അതൊരു പെർഫോം ചെയ്തിട്ടില്ല. കാരണം അവർക്ക് അറിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് പാടാൻ തുടങ്ങിയ സമയത്ത് ഇവരോട് ചോദിച്ചിരുന്നു ഈ ലിപ്സിങ്ക് ചെയ്യല്ലേ, അതായത് ഓഡിയോ വെച്ച് ലിപ്സിങ്ക് ചെയ്യല്ലേ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആളാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഇവർക്കൊക്കെ അത്ഭുതമായിരുന്നു. അതായത് ഇങ്ങനെ ചെറുപ്പം മുതൽ ഈ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആൾ പെട്ടെന്ന് ഇങ്ങനെ പാടുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ മുന്നിൽ പെർഫോം ചെയ്തപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അത്യാവശ്യം ക്രൗഡ് ഒരു 3000-4000 ആളുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. പക്ഷെ അത് ടെക് വൈസ് കുറച്ച് മോശമായിരുന്നു, സൗണ്ട് ടെക്കും കാര്യങ്ങളൊക്കെ കുറച്ച് മോശം, എന്നാലും മെന്റലി സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ. അപ്പം ഇപ്പൊ കുറെ ഫാൻസ് ഒക്കെ ആയി കാണുമല്ലോ ഇല്ലേ? അപ്പം അങ്ങനെ ആരെങ്കിലും എന്താ ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും? ഞാനിപ്പോഴും സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഒരു ലേഡി, അത് എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന സമയത്തൊക്കെ ഞാൻ എടുത്തു നോക്കുന്ന ഒരു മെസ്സേജാണ്. അതായത് ഒരു ലേഡി അയച്ച മെസ്സേജ്, ഒരു കുറച്ച് ഒരു 25-30 വയസ്സുള്ള ലേഡി തോന്നുന്നുണ്ട്. അവർ ഡെലിവറി കഴിഞ്ഞ് ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞ് മരണപ്പെട്ടു പോയി. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, ഒരു 6 മാസത്തോളം ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഇപ്പം ഞാനും നിങ്ങളെ പാട്ട് കേട്ടിട്ടാണ് മൈൻഡിൽ റിലീഫ് ഉണ്ടാവാറ്. നിങ്ങളെ പാട്ട് കേൾക്കുമ്പോഴാണ് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ച് ഇങ്ങനെ അത് ഓവർകം ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ റിക്വസ്റ്റിൽ വന്ന് കിടക്കുന്ന മെസ്സേജ് ഞാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടു. ഞാൻ അപ്പം തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ച് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, നമ്മളെക്കാൾ കഴിവുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. കാരണം കാരണം മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടംപോലെ കഴിവുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മ്യൂസിക് പഠിക്കാത്ത ഒരാൾ ചെറിയ രീതിയിൽ കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ സ്ഥാനം കിട്ടുക പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പക്ഷെ ഇത് ചെറിയ രീതിയിൽ, അതായത് മ്യൂസിക് പഠിച്ചിട്ടില്ലാന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. എന്നാലും ഹാപ്പിയാണ്. അതായത് ഈ ഒരു ചെറിയ ഗ്രൂപ്പത്തിലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അതായത് എന്താ പറയുക, ഇതുപോലുള്ള കുറേ സ്നേഹമുള്ള മനുഷ്യരെ മെസ്സേജ് ഡെയിലി വരും. നമ്മളെ പാട്ട് എന്നും കേൾക്കാറുണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലർ പറയും ഭയങ്കര ലോൺലിനെസ് ഒക്കെ മാറ്റാൻ റിലീഫാണ്, മെന്റലി കുറേ റിലീഫ് കിട്ടാറുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ അതാണ് നമ്മളെ എന്താ പറയുക, ഇനി പുതിയ പാട്ട് ചെയ്യാനും കവർ ചെയ്യാനൊക്കെ നമ്മളെ ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്ന സാധനം അതാണ്. അങ്ങനത്തെ മെസ്സേജസ് ആണ്. ആഷിഖിന്റെ പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയെന്ന് റീച്ച് കിട്ടിയായിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, ഈ ജലദോഷം പ്ലസ് ആ സോങ്. அந்த அறிவிப்போல் அந்த தருவாலி சின்ன அறிவிப்பும் என்ற சுடுவாலி நீயும் தொம்மிடடி ஆயுசு 100 என்னுயிர் உன்னோட 10. ഈ സോങ് എങ്ങനെയാ വെച്ചാൽ ഞാൻ സാധാരണ കുറേ ആൾക്കാർ പാടി ട്രെൻഡാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാടുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക്. അതായത് ഈ സുലേഖ മഞ്ചലത്തെ പാട്ടാണെങ്കിലും ലൈഫ് ഓഫ് ആണെങ്കിലൊക്കെ, അതായത് എൻ്റെ മൈൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ പാടി ട്രെൻഡാക്കിയ പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമല്ല. അത് കവർ സോങ്ങിൻ്റെ കാര്യം കേട്ടോ, ഒറിജിനൽസ് അല്ല. അപ്പോൾ നമ്മൾ പാടി ട്രെൻഡാക്കണം, അതെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഈ സാധനം പാടുന്ന സമയത്ത് എന്താ വെച്ചാൽ എനിക്ക് ലൈവ് കുറേ ചെയ്ത് എൻ്റെ ത്രോട്ടിന് കുറച്ച് ഇൻഫെക്ഷനൊക്കെ വന്ന് ജലദോഷം പിടിച്ച്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഈ സാധനം പാടി റീല് എടുത്തു നോക്കിയാൽ ഫുള്ള് ഈ സോങ്. അപ്പം എനിക്ക് മൂഡ് പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒരു Q&A ആയിട്ട് ഈ പാട്ട് പാടിയാലോ ചോദിച്ചില്ല. അപ്പം എല്ലാവരും പാടാനാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പിന്നെ ജലദോഷമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അശ്കുവിൻ്റെ അടുത്ത് പോയി. അശ്കുവാണ് എൻ്റെ സ്റ്റുഡിയോ എന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യാറ്. അവനാണ് നമ്മളെ ഒരു അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ അശ്കുവിനോട് പറഞ്ഞ് ഈ പാട്ടിന് കുറച്ച് അടഞ്ഞ സൗണ്ടാണ് നല്ലത്, കുഴപ്പമില്ല പാടാന്ന് പറഞ്ഞു. അങ്ങനെ പാടിയത്, ഞാൻ പാടാം. அந்த அறிவிப்போல் அந்த தருவாலி சின்ன அறிவிப்பும் இன்று சுடுவாலி நீயும் தும்மிரடி ஆயுசில் 100 என்னுயிர் உன்னோட 10 வச்சு தக பார்வை உன்னோடு பொம்மை கண்ணோடு பேசாமல் விண்ணோடு நான் மிதந்து போவோம் காதோறும் அடியாலோலோ நான் தாங்க மரோடு പക്ഷെ ആ ജലദോഷം ഇൻക്ലൂഡ് ചെയ്ത് പാടുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടോണ് മാറ്റം ഉണ്ടാവും. ആ പാടിയിൽ ടോണ് മാറ്റം, അത് കാരണം സൗണ്ട് അടഞ്ഞിട്ടാണ് അത്. അപ്പൊ എന്നോട് പറഞ്ഞ് അശ്കുവാണ് സത്യം പറഞ്ഞാൽ നമ്മളെ എന്റെ സോങ് ഒക്കെ സെലക്ട് ചെയ്ത് തരാറും എന്നെ ഗൈഡ് ചെയ്യാലോ.
ഓൻ പറഞ്ഞ് ഇതിന് കുറച്ച് അടഞ്ഞ സൗണ്ടാണ് നല്ലത്. നല്ലത്. അത് അടഞ്ഞ സൗണ്ടാണ്, അതിൽ വേറെ രസമാണ് അത് കേൾക്കാൻ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അപ്ലോഡ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. മില്യൺ അടിച്ചപ്പോഴോ? അപ്പൊ ഭയങ്കര സന്തോഷമായി. ഓക്കെ. അപ്പം സിനിമയിലൊക്കെ അവസരം വന്നിട്ടുണ്ടോ? ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യലേ? ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് വർക്ക് ആയില്ല. അതായത് ഞാൻ പറഞ്ഞ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അതെന്താ വിശ്വസിക്കണ്ട്? തമിഴിലൊരു ഈ പാട്ട് കേട്ടിട്ട് തന്നെ വിളിച്ചത്. തമിഴില് GV പ്രകാശ് സാർ വിളിച്ചിരുന്നു ഒരു ദിവസം. മൂപ്പര മാനേജറാണ് ആദ്യം മെസ്സേജ് അയച്ച്, പിന്നെ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര ഒരു ഏതാ പടം എന്നൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒരു പാട്ട് ഇങ്ങനെ നിങ്ങളെ പാടിക്കാൻ താല്പര്യം ഉണ്ട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിച്ച് എനിക്ക് അതിന്റെ ഡെമോ അയച്ചെന്ന്. അതായത് ആ സോങ്ങിനുണ്ട് അതിന്റെ ജസ്റ്റ് ഒരു പല്ലവി പാടി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പല്ലവി പാടി അയച്ചു കൊടുത്തു. പല്ലവി അവർക്ക് ഇഷ്ടമായി, പക്ഷെ എന്നോട് ഫുൾ സോങ് പാടി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് അതിന് ശേഷം ഫുൾ സോങ് പാടി അയച്ചു കൊടുത്തു. പക്ഷെ അതിന് ശേഷം പിന്നെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അതിന്റെ അങ്ങനെ ഡ്രോപ്പായി. അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും കുറേ അവസരം വരും. ഇതൊന്നും കൂടി എന്താ പറയാ, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാനാണ് ഒന്നുകൂടി താല്പര്യം. അതായത് ഞാൻ അങ്ങനെ പറയല്ല, ഫിലിം അടിപൊളിയാണ്, അങ്ങനെ ഒരു താല്പര്യം അപ്പം ഇല്ല. അത് താല്പര്യം ഇല്ല എന്നല്ല, താല്പര്യത്തിനേക്കാൾ ഉപരി എന്താ പറയാ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് ആൽബംസ് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോകാനാണ് കൂടുതൽ താല്പര്യം. അതാണ്. ഓക്കെ. അപ്പം ആഷിഖിന്റെ ലൈഫിൽ എന്താ പറയാ, എപ്പോഴെങ്കിലും ഒരു അവഗണന എവിടെന്നേലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സിറ്റുവേഷൻസ് കുറേ ഉണ്ടായിട്ടുണ്ട്. കാരണം പാടി തുടങ്ങിയ സമയത്ത് ഇതുപോലെ നല്ലത് പറഞ്ഞാൽ കൂടുതൽ അത് സ്വാഭാവികമാണ്. അതിപ്പോ ഏത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു സ്ട്രഗിളിങ് ഉണ്ടാവും, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊക്കെ എന്താ പറയുക സ്ട്രഗിൾ ചെയ്യണം. കാരണം കഷ്ടപ്പെട്ട് നേടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എഫേർട്ട് എടുത്ത് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. എപ്പോഴും ജയിച്ചു വന്ന ഒരാൾക്ക് ജയത്തിൻ്റെ വില മനസ്സിലാവില്ല. ഇന്ന് തോറ്റ് ജയിക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു അതിൻ്റെ ഒരു അല്ല, ഇപ്പോഴും സക്സസ് ആയി ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. കാരണം നമുക്ക് ഇനിയും കുറേ ലക്ഷ്യങ്ങളുണ്ട് മൈൻഡിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കുറേ ഇപ്പം നമ്മൾ ചെയ്യണ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കവർ സോങ്സ് ആണല്ലോ. വേറൊരാൾ ചെയ്ത് വെച്ച് വേറൊരാളെ മാസ്റ്റർ പീസ് സാധനം എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് അതിൽ വലിയൊരു ക്രിയേറ്റീവായിട്ടൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒറിജിനൽസ് ചെയ്യണം, നമ്മളെ സ്വന്തം ഓൺ വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇപ്പം മൈൻഡിലുള്ള ഒരു ഡ്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നമ്മളെ മാത്രം സോങ്സ് വെച്ച് ഒരു കൺസേർട്ട് ചെയ്യണം. അതായത് നമ്മളെ മാത്രം പാട്ടിൽ വെച്ച്. ഞാൻ ഇപ്പോൾ കുറേ പാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങളൊരു 3-4 ട്രാക്ക് ഇപ്പോൾ റിലീസായി, പക്ഷെ അത് ഹിറ്റായിട്ടൊന്നുമില്ല. ഒരു 3-4 ട്രാക്ക് റിലീസായിട്ടുണ്ട്, സ്പോട്ടിഫൈയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ മാത്രം സോങ്സ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ മൈൻഡിലുള്ള ഒരു ഡ്രീം. അപ്പം അതിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എഴുത്തും പരിപാടിയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് എഴുതും. പിന്നെ എൻ്റെ ഒരു ലിറിക്സ് എഴുതും. അങ്ങനെ 2 പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മ്യൂസിക് പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, വൈകാതെ വരും. നമ്മളെ ഫ്രണ്ട് ഉണ്ട് മുസ്ലിം പറഞ്ഞ റാപ്പറാണ്, അവൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് നമ്മൾ ഒറ്റക്ക് 2-3 വർക്ക് വരാണ്ട്. ഇതാണ് മൈൻഡിലുള്ളൊരു ഡ്രീമാണ്, നമ്മളെ മാത്രം പാട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയൊരു പാട്ട് ഒന്ന് എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് ഈ ലിപ്സിംഗ നേരത്തെ പറഞ്ഞല്ലോ, ലിപ്സിംഗ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? അത് അല്ല, കമന്റ്സ് വരാറില്ല. ഇന്നെ അറിയണവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അറിയില്ല കാരണം പാട്ട് പാടുന്നത്. കാരണം കുറേ കാലം ഇപ്പം അടുത്ത് വരെ വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. കാരണം പിന്നെ എൻ്റെ ലൈവ് കണ്ടതിന് ശേഷമാണ്, ഞാൻ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് അവർക്ക് ബോധ്യമായത് ശരിക്കും പാടുന്നത്. അത്ര കാലം വിശ്വസിക്കാൻ നടന്ന ആൾക്കാരുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെറുപ്പത്തിലൊന്നും ഞാൻ പാടിയിട്ടില്ല, പെട്ടെന്നൊരു സമയത്ത് ഞാൻ പാടുന്നു. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ചിന്തിച്ചു പോകും. കാരണം യാതൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് പാടുക അങ്ങനെ കാണുമ്പോൾ എന്തായാലും അവരങ്ങനെ ചിന്തിച്ചു പോകും. അല്ലാതെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്, ചില പാട്ടിനൊക്കെ വരാറുണ്ട്. അത് എന്തെങ്കിലും ഹേർട്ട് ആയ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ഏതോ പാടിട്ടപ്പോൾ
അല്ലു അർജുൻ്റെ ഒരു പാട്ട് പാടി ഏതോ പ്രിയരാഗം മൂട് ആര്യ മൂവിയിലെ എന്നോട് അടിയിൽ വന്നെന്ന് കൈരളി ടി വിയിലെ പോലെ ഉണ്ട് പറഞ്ഞത് കൈരളി അത് എനിക്ക് എന്താ പറയാ എനിക്ക് അത്ര അറിയണ ഒരു ആളാണ് പറഞ്ഞത്. അല്ലാതെ അറിയുന്ന ആള് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എന്താ പറയാ പരിചയമുള്ള ഒരാൾ, ഇൻസ്റ്റ വഴി പരിചയമുള്ള ഒരാൾ. അപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് ചോദിച്ചാ? ഇല്ല, ചോദിച്ചില്ല. ഞാൻ അപ്പൊ തന്നെ അവനെ ബ്ലോക്ക് ചെയ്തു. പാട്ട് കാണണ്ട വിചാരിച്ചു. നമ്മുടെ ആ സുലേഖ മൻസലിന്റെ ഒരു സോങ് പാടിയിട്ടുണ്ടല്ലോ, അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ നമ്മുടെ വെറൈറ്റി മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അത് പാടുമ്പോ അതിന് മുന്നേ ഡയലോഗ് ആ ഡയലോഗാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് റീച്ച് ആവാൻ കാരണം തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആകെ ഡയലോഗ് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ പാട്ട് ആകെ 4 പേര് ഞാൻ പാടിയിട്ടുള്ളൂ, 4 പേരുള്ളത്. അപ്പൊ അതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞിട്ട് പാടി കുറച്ചും കൂടി ലെങ്ത് ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഡയലോഗ് ആഡ് ചെയ്തു. അതായത് സുലൈഖ മൻസിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ 4 വരികളായിരുന്നു. അതിനുശേഷമാണ് ആ പാട്ട്. മായ മാറാത്ത മാറത്തുള്ള മായേ നൂറ് കേറാത്ത ദാരിൽ കേറും നൂറേ ആലതാലത്തിനായത്തായ ഹാലേ ശർറിൻ സിറേ ഹൈറുൽ ഹൈറേ. അയ്യോ, ശരിക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതുണ്ട്, ഭയങ്കര റിലീഫ് ഉണ്ട്, സീരിയസ്ലി പറയാ. ഓക്കെ, നമുക്കിനി എന്നാ നെക്സ്റ്റ് ഒരു ടാസ്കിലേക്ക് പോവാം. ഓക്കെ, ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കുറച്ച് സിറ്റുവേഷൻസ് എഴുതിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഓരോ തവണ എടുക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള പാട്ട് പാടണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് വായിച്ച് കേൾക്കണേ. വിരഹം വരുമ്പോൾ. വിരഹം വരുമ്പോൾ അശിക്ക് ഏത് പാട്ടാണ് പാടാറ്? വിരഹം വരുമ്പോ உயிரே உயிரே உனை விட எதுவும் உயிரில் பெரிதாயில்லையடி அழகே அழகே உனை விட எதுவும் அழகின் அழகாயில்லையடி. കഴിഞ്ഞു. ഓക്കെ, അപ്പം ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് വിരഹം വന്നേ? നോർമലി എങ്ങനെ അങ്ങനെ പാട്ട് പാടുവോ? പാട്ട് പാടാറുണ്ട് ഞാൻ. അതായത് എൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതായത് ഞാൻ മൂഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് എനിക്ക്. അതായത് ചില സമയത്ത് ചില ടൈമിൽ ഞാനത് പ്ലേ ചെയ്യുള്ളൂ. അതായത് ഓർമ്മകൾ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഹെഡ്സെറ്റ് മുത്തി അങ്ങനെ ഇരുന്ന്. ലാസ്റ്റ് ആയിട്ട് വിരഹം വന്നപ്പോഴാ? അങ്ങനെ കറക്റ്റ് വിരഹം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ടൈം പറയുന്നില്ല. ഓക്കെ, പറയണ്ട. നെക്സ്റ്റ്, ലോട്ടറി അടിച്ചാൽ കാസ് പണം ദുട്ട് മണി മണി കാസ് പണം ദുട്ട് മണി മണി. ഓക്കെ, ഒരു കള്ളത്തരം പൊക്കി. ഓക്കെ, അതിനു മുന്നേ ലാസ്റ്റ് കള്ളത്തരം ചെയ്തിട്ട് പൊക്കിയതപ്പോഴാ? അതെന്താ? പറഞ്ഞിട്ട് പോയാ മതി. ലാസ്റ്റ് കള്ളത്തരം പൊക്കിയത് ഉമ്മ. ഞാന് ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. അപ്പൊ ഞാന് വേറെ കാര്യം പറഞ്ഞിട്ടാ പോയത്. പെൺകുട്ടിയായിരുന്നു. അപ്പോ ഫ്രണ്ടാണ്. അപ്പോ ഉമ്മാനോട് ഞാന് വേറെ സംഭവം പറഞ്ഞിട്ടാ പോയത്. ഇങ്ങനെ സൊഫാനെ കാണാൻ പോകാനാണ് പറഞ്ഞിട്ടാ പോയത്. പിന്നെ ഉമ്മക്ക് മനസ്സിലായി. കാരണം ഉമ്മക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ മുഖത്തൊക്കെ ഉമ്മക്ക് മനസ്സിലാവും. കാരണം ഒരു കള്ളച്ചിരി ഉണ്ടാവും എൻ്റെ മുഖത്ത് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ. ഉമ്മക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ വന്നപ്പോൾ തന്നെ ചോദിച്ച് ഏറെക്കാരനെ പോയി സത്യം പറഞ്ഞോ? അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ നുണ പറയാൻ നിന്നില്ല, കാര്യം പറഞ്ഞു. എന്നിട്ട് അപ്പൊ ഒന്നും പറഞ്ഞില്ല, സത്യം പറഞ്ഞു പോയിക്കൂടെ. അല്ല, ഉമ്മാന്റെ അടുത്ത് എനിക്ക് അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. അതായത് ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ കുറെ ആലോചിച്ച് വിട്ടു. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ് വന്നിട്ട് പറയാൻ വിചാരിച്ച്, അത്രേ ഉള്ളൂ. അല്ലാതെ ഉമ്മ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ 26 വയസ്സായി. പക്ഷെ ഇപ്പോഴും ഞാൻ എന്താ പറയുക, ചെറിയ കുട്ടികളെ പോലെ ഉമ്മയുടെ അടുത്ത് കിടക്കും, ഉമ്മനെ കെട്ടിപ്പിടിച്ച് കിടക്കും. വിഷമം വന്ന ഉമ്മനെ മടി പോയി കിടക്കും. ഇപ്പോഴും ഞാൻ ഉമ്മയുടെ ചെറിയ കുട്ടി തന്നെ എപ്പോഴും.
അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ സോങ് വേണല്ലേ? അത് ഒരു കള്ളത്തരം പൊക്കി. മാട്ടിക്കിച്ചേ 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 മാട്ടിക്കിച്ചേ. അതെ. സ്നേഹം വരുമ്പോൾ തങ്കമ്മേ ഉന്നത്താ തേടി വന്ന നാനേ ഓ വൈരമ്മേ ഒരു നാൾ ഉന്നെ തൂക്കുവേനേ ഓ ராசாத்திய ராத்திரி பார்த்த ரவுடி பைய ரொமான்டிக்கான ரகசியமா ரூட்ட போட்டு கடத்தணும் உன்னை வாய் மூடிய வாய பொழந்த வெறும் காலில் விண்வெளி போன வெறப்பா இருந்தாலும் வழிஞ்ச நிறுத்தணும் என்ன பிளாக் அண்ட் ஒயிட் கண்ண உன்னை பார்த்தா கலரா மாறுதே துரு பிடிச்ச காதல் நரம்பெல்லாம் சுறுசுறுப்பாக சீருதே அவ பேசு அடடடடடா அவ ஷேப்பு அப்பப்பா மொத்தத்துல ஐயோ இழுக்குது என்ன. ഓക്കെ. ആഷിക്ക് കോളേജസിലൊക്കെ പോവല്ലോ, അപ്പം എന്തായിട്ടും കുറേ ഫാൻസ് ഉണ്ടാവും, ഗേൾസ് ഒക്കെ എന്തായിട്ടും ഫാൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ പോയിട്ട് അങ്ങനെ പ്രപ്പോസൽസ് ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പറ. വന്നിട്ടുണ്ട്. അങ്ങനെ വോക്കൽ ഡൂഡിനെ കണ്ട് വരുന്നവരൊക്കെ എനിക്കിഷ്ടം ആഷിക്കിനെ കണ്ടു വരുന്നവർ. അതായത് പാട്ട് ഇഷ്ടപ്പെട്ട് വരുന്നവനേക്കാൾ കൂടുതൽ എൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി വരണം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയാം, അതായത് അല്ല, ആദ്യം ഇഷ്ടപ്പെട്ട ചിലപ്പോൾ പാട്ട് കേട്ടിട്ടായിരിക്കുമല്ലോ. അതെ, ഓക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ അല്ല, അവരോടും ഞാൻ എന്താ പറയാ മുഖത്തടിച്ച മാതിരി അങ്ങനെ നോ പറയാറില്ല. ഞാൻ ജസ്റ്റ് നല്ല ഫ്രണ്ട്ലി ആയി നിൽക്കും. എനിക്ക് കംഫർട്ട് തോന്നി അവരോട് ചാറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, ഒരു അങ്ങനെ എന്തെങ്കിലും വന്ന പ്രപ്പോസലിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ള കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട്. ചിലവര് ഇങ്ങനെ അല്ല, എങ്ങനെ വന്ന് പറയും? ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് ഭയങ്കര ഇഷ്ടമായി. കോളേജിൽ നിന്ന് കണ്ടിട്ടോ? ഇങ്ങനെ നല്ല അടിപൊളിയായിരുന്നു, പെർഫോമൻസ് അടിപൊളിയായിരുന്നു, ഇങ്ങനെ ഞങ്ങളോട് ക്രഷ് അടിച്ച് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു വരും. താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞ് അത് താല്പര്യം പോയി എനിക്ക്. അങ്ങനല്ല, അല്ല ഒരു അഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നെ അത് വർക്കായില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വിഷമമുണ്ടായി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ഒരു തോന്നിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ആരും എന്താ പറയാ നമ്മളങ്ങനെ മനസ്സിനെ പിടിച്ച് കുലിക്കണ എല്ലാവരും പിന്നെ വന്നിട്ടില്ല. വരാൻ കാത്തിരിക്കണ്ടോ? വരുമായിരിക്കും. മറ്റേ വിനയ് താണ്ടി വരുമായ സിനിമയിൽ പറയണ്ടല്ലോ, കാതലെ തേടി പോണത് കാതലല്ല, അതുപോലെ നടക്കണമെന്ന് അറിയില്ല. റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈം വരുമ്പോൾ നമുക്ക് ആക്സിഡന്റൽ ആയിട്ട് തോന്നുമായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒരു ടാസ്ക് തരാം. ഓക്കെ, അപ്പം ഇതിനു മുന്നേ ആരെങ്കിലും ഇങ്ങനെ പാട്ട് പാടി പ്രപ്പോസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാട്ട് പാടി പ്രപ്പോസ് ചെയ്യില്ല, പക്ഷെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാട്ട് പാടി പ്രപ്പോസ് ചെയ്യില്ല. അപ്പൊ നമുക്കിപ്പോൾ പാട്ട് പാടി പ്രപ്പോസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കണം. ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല പാട്ട് ആലോചിച്ച് നോക്കട്ടെ. ഓരോ നോക്കിൽ എന്നെ ഞാൻ മറന്നു നിന്നുവോ, ഓരോ വാക്കിൽ വെണ്ണിലാവ് പെയ്തിടുന്നുവോ, താനേ തമ്മിൽ ഒന്നൊരുമ്മിയോ, ഏതോ നാണം മഞ്ഞു തൂകിയോ, നീ എൻ കൺപീലിയാകുമോ, നീ എൻ മൺവീണയാകുമോ, നീ എന്നുൾ താളമാകുമോ, പാടുമെന്ന് ഇതിലെവിടെയാ പ്രപ്പോസ്? ഓക്കെ, വരികളിലുണ്ടല്ലോ അല്ലേ? വരികളിലൂടെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ കഥ പറഞ്ഞങ്ങ് പോയി. തേപ്പ് കിട്ടുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് എങ്ങനെ എടുക്കുന്നു?
உன்னோடு வாழும் ஒரு நாளும் இறகை போலே பறக்கிறேனா உன்னோடு வாழும் நொடியில்லேனோ மீண்டும் முதல் முறை பிறக்கிறேன். നിർത്തല്ലേ ഒരു കുറച്ചും കൂടി പാടിക്കൂടെ? ഓക്കെ നെക്സ്റ്റ്. ഇഷ്ടമുള്ള ഒരാളെ മിസ് ചെയ്യുമ്പോൾ കണ്ണഴക കാലഴക പെണ്ണഴക ഉന്നഴക എങ്കയോ തേടി സെല്ലും വിരലഴക എൻ കൈകൾ കോർത്ത് കൊള്ളും വിധമഴക. ഓക്കെ, അങ്ങനെ ഇഷ്ടമുള്ള ആളെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പം? ആരെങ്കിലും മിസ് ചെയ്യുന്നില്ല? ഓക്കെ, രണ്ടെണ്ണം കൂടി. ദേഷ്യം വരുമ്പോൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരിക? അല്ല എനിക്കങ്ങനെ ദേഷ്യം വരില്ലേ? അല്ല ദേഷ്യം വരും, അതായത് അത്രയും എക്സ്ട്രീം കണ്ടീഷൻ എനിക്ക് ദേഷ്യം വരും. എല്ലാ സമയത്തൊക്കെ ഞാൻ കൂളാക്കാറ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ചില്ലാണ്. ദേഷ്യം വരും, കണ്ണ് ചുവക്കാണ്, പല്ല് കടിക്കാണ്, മുഷ്ടി ചുരുട്ടാണ്, ആകെ വിയർക്കാണ്, നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്ട്, പേശികളാകെ ഇരുണ്ട് കയ്യറുന്നു. നമ്മുടെ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഓക്കെ, അപ്പം ആഷിക്ക് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ആഷിക്കിനെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ക്രൂ മെമ്പേഴ്സ് അതൊക്കെ? മ്യൂസിക് സർക്കിൾ ഉണ്ട്, അതായത് അഷ്കു, സഫ്വാൻ, ബയാൻ, ഇർഷു, പിന്നെ ഒരു സുജിത്ലാൽ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, പിന്നെ മുസ്ലിം. ഇതാണ് നമ്മളെ മ്യൂസിക്കലി നമ്മളെ ടീം. ഇതാണ് ഈ അഷ്കു ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ, ഈ ചെറിയ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മനുഷ്യൻ അഷ്കുവാണ്. അത് ഞാൻ പണ്ടുപോലെ അവൻ്റെ അടുത്താണ് എന്താ പറയുക കവറും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം അവനോട് പറഞ്ഞ് ഈ കണക്ക് ഞാൻ സോങ് സെലക്ട് ചെയ്ത് തരാം, ഇങ്ങനെ എല്ലാ പാട്ടും പാടണം, എൻ്റെ വോക്കലിന് സ്യൂട്ടായിട്ടുള്ള കുറച്ച് സോങ്സ് ഉണ്ട്, സെറ്റ് ഓഫ് സോങ്സ്, അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് തരാം, ഞാൻ അത് പാടിയാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം ഒറിജിനൽ ട്രാക്കിൽ ഒറിജിനൽ കരോക്കയിൽ പാടണ്ട, നമുക്ക് ഞാൻ പ്രോഗ്രാം ചെയ്ത് തരാം, നമുക്കൊരു കവർ വേർഷൻ പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവനാണ് എന്നെ ഫസ്റ്റ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. അതിന് ശേഷം പാടിയ രണ്ടാമത്തെ പാട്ടാണ് ഈ ലൈഫ് ഓഫ് പഴം. അതെന്നെ മില്യൻ അടിച്ച്. സത്യം പറഞ്ഞാൽ ഓൻ്റെ ഒരു ഹെൽപ്പോടെയാണ്. ഞാൻ അവനോട് എപ്പോഴും പറയും, മറ്റേ ഈ ഉണ്ടാക്കി തന്ന ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്ന ഒരു വെറുതെ ഒരു തമാശ രൂപയിൽ ഇങ്ങനെ പറയും. സത്യം പറഞ്ഞാൽ ഓൻ തന്നെയാണ്. പിന്നെ സഫ്വാനാണ് എൻ്റെ കൂടെ പ്രോഗ്രാമിനും കാര്യങ്ങൾക്കൊക്കെ വരാറ്. അപ്പോൾ എല്ലാ കാര്യത്തിലും സത്യം പറഞ്ഞ ഒരു നമ്മളൊരു ബ്രദറിൻ്റെ സ്ഥാനമാണ് എനിക്ക്. എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അവനോടാണ് ചോദിക്കുക, അപ്പം അങ്ങനെ ചെയ്തൂടെ, ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ കമ്പോസിങ്ങും എഴുത്തും കാര്യങ്ങളൊക്കെ മുസ്ലിയുടെ കൂടെ ഇരുന്നിട്ടാണ് ചെയ്യാറ്. ദുനിയാവാണെങ്കിലും പിന്നെ ഒരു ഗതികാലം എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, അതുപോലെ ബഹർ ഉണ്ട്. 3 സോങ്ങാണ് ഞാനും മുസ്ലിം കൂടി ഒന്നിച്ച് ചെയ്തത്. അപ്പോൾ ഈ 3 സോങ്ങും എഴുത്തും പരിപാടിയൊക്കെ ഞാനും മുസ്ലിം ഞങ്ങൾ ഗൂഗിൾ മീറ്റിൽ ഇരിക്കും. അങ്ങനെ ഓൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരിക്കും. ചില ദിവസങ്ങളിൽ മൂടുണ്ടാവുള്ളൂ, മൂടുള്ള ദിവസങ്ങളിൽ ഇരിക്കും നമ്മൾ കമ്പോസും കാര്യങ്ങളും. അപ്പം നമുക്ക് ലിമിറ്റ് ഉണ്ട് കമ്പോസിങ് എഴുത്തിനൊക്കെ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ പോലെ ചെയ്യും. പിന്നെ നമ്മളെ കൊണ്ട് എന്താ പറയുക, ചില സമയത്ത് നമുക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് വരും. ചില സമയത്ത് പറ്റ ബ്ലോക്കാവും, ഒന്നും ബ്ലാങ്ക് ആവും. അങ്ങനെ സമയത്ത് പിന്നെ നമുക്ക് വേറെ ടീമുണ്ട്. നമ്മൾ പുതിയൊരു പാട്ട് ഈ പെരുന്നാൾക്ക് ഇതിന് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു പടപ്പ് എന്ന് പറഞ്ഞൊരു സോങ്. അപ്പോൾ അതിൻ്റെ എഴുത്തും പരിപാടിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുതിരത്ത് പറഞ്ഞിട്ട് ഒരാളുണ്ട്, മൂപ്പരാണ് എഴുതുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഒറിജിനൽസ് എന്നുള്ള ഒരു പ്ലാനാണ് മനസ്സിൽ. ഈ ഇയർ എൻഡ് ചെയ്യുമ്പോഴത്തേനും ഒരു 10 ട്രാക്കെങ്കിലും നമ്മളെ കയ്യിൽ വേണമെന്നുള്ളൊരു എയിമിലാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആഷിക്കിന് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബും ഉണ്ട്. അപ്പം ഒരു സോഴ്സ് ഓഫ് ഇൻകം, അതായത് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വലിയ ഇൻകം കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഞാൻ യൂട്യൂബിൽ അങ്ങനെ കണ്ടന്റ് ഇടാറില്ല. പക്ഷേ ഇപ്പോൾ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പ്രോഗ്രാമിൽ നമുക്ക് ഇൻകം ഉണ്ട്. അതായത് അതാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുറച്ച് സേവിങ്സ് ഒക്കെ എനിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000-2000 രൂപ മാത്രം എൻ്റെ കയ്യിൽ വെച്ച് ബാക്കി പൈസ ഉള്ളൂ ഉമ്മാൻ്റെ കൈ കൊണ്ടേ കൊടുക്കും. ഉമ്മാൻ്റെ കയ്യിൽ സേവിങ്സ് ആയിട്ട് ഞാൻ പറയും, ഉമ്മ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളി, ബാക്കി അവിടെ സേവിങ്സ് ആയിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ കൈ കൊണ്ടേ കൊടുക്കും. കാരണം ഉമ്മ ഇങ്ങനെ സേവ് ചെയ്ത് ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വെച്ചാൽ എൻ്റെ കയ്യിൽ വെച്ചാൽ നല്ലോണം ചിലവായി പോകും. അപ്പോൾ ഞാൻ ഉമ്മ എൻ്റെ കൈ ഓട്ടക്കൈയാണ്. അപ്പോൾ ഞാൻ
എൻ്റെ കിട്ടുന്ന പൈസ എല്ലാം ഞാൻ ഉമ്മാൻ്റെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുക്കുക. ഓക്കെ. ഉമ്മയാണ് എൻ്റെ പൈസ സേവ് ചെയ്ത് വെക്കുക. അപ്പൊ ആഷിക്ക് പഠിച്ചതൊക്കെ പഠിച്ച ഞാൻ ഡിഫാം കഴിഞ്ഞാണ്, ഫാർമസിസ്റ്റ് ആണ്. അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ വർക്ക് ചെയ്തു ഒരു 1.5 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് അമ്മയോട് പറഞ്ഞു എനിക്കൊരു ഇതിന് ഇറങ്ങണം, എനിക്ക് പാട്ടും പരിപാടിയായിട്ട് കുറച്ചു കാലം പോകണം, എനിക്കൊരു കുറച്ചു കാലം സമയം തരും, അതായത് ഞാനൊന്ന് ഇതിലൊന്ന് നോക്കി നോക്കാം. കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ വന്ന് അപ്പോൾ പ്രോഗ്രാം കാര്യങ്ങൾ എൻക്വയറി വരാൻ തുടങ്ങി. വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് എൻക്വയറി വരാൻ തുടങ്ങി, അതായത് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് 2 മണി ക്ലാഷ് ആവാൻ തുടങ്ങി, അതായത് പ്രോഗ്രാം എടുക്കാൻ കഴിയണില്ല, അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവ് കിട്ടുന്നില്ല. കാരണം ഫാർമസിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഫാർമസിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഉമ്മാനോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെ കളിയാക്കുന്ന ആൾക്ക് മനുഷ്യന്മാരുണ്ട്, അതായത് പറയും പാട്ടും കൂത്തും മാത്രമേ ഉള്ളിലായിരിക്കും, ജോലിയൊന്നും ഇല്ലല്ലായിരിക്കും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഒരു പ്രത്യേക നമ്മൾ ലോകത്ത് മെജോറിറ്റി 90% ആൾക്കാരും ബാധ്യതകളുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുണ്ട്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമല്ലോ. പക്ഷെ ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ്. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പരിപാടി നമുക്കൊരു മെന്റലി എൻഡ് ഓഫ് ദി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ ഈ കഷ്ടപ്പെട്ട് ജോലി ഈ പൈസ ഉണ്ടാകുന്നവരുണ്ടാവില്ല, പൈസ കൊടുത്താൽ കിട്ടാത്ത കുറെ സാധനങ്ങൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് അതായത് ഇഷ്ടപ്പെട്ട് ചെയ്യണം കഷ്ടപ്പെട്ട് ചെയ്യണം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട് ചെയ്യണുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട്, അത് മതി മുന്നോട്ട് പോകാൻ. ഫാമിലി ഉമ്മ ഉപ്പ ഒരു പെങ്ങളുണ്ട്, അനിയൻ. ഉമ്മ ടീച്ചറാണ്, ഉമ്മ നാട്ടിലൊരു LP സ്കൂളില് ടീച്ചറാണ്. ഉപ്പ ഫാർമസിസ്റ്റ് ആയിരുന്നു, ഉപ്പയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. അങ്ങനെയാണോ പിന്നെ അനിയൻ 10ാം ക്ലാസ്, പെങ്ങള് MLT ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇവിടെ തൃശ്ശൂർ മദേഴ്സ് കോളേജിൽ. അപ്പൊ ഇവരാരേലും ഇങ്ങനെ പാടുവോ? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതുപോലെ ലാസ്റ്റ് നമ്മള് ഇപ്പൊ ഇറക്കിയ സോങ് അല്ലേ ദുനിയാവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുസ്ലിം കൂടെ എഴുതിയൊരു സോങ്ങാണ്. അതായത് അതിൽ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചട്ടതാറബേ പടപ്പൊന്നിതാറട്ടെ പുറത്തെ നിലാവത്ത് പതിഞ്ഞ കണ്ണീരുട്ട് പടച്ചട്ടതാറബേ പടപ്പൊന്നിതാറട്ടെ പുറത്തെ നിലാവത്ത് പതിഞ്ഞ കണ്ണീരുട്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പടച്ചട്ടതാറബേ പടപ്പൊന്നിതാറട്ടെ, പടച്ചട്ടാണോട് ഉദ്ദേശിക്കണേ ഈ വേദനിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു മനസ്സിനൊരു ഷീൽഡ് കൊടുക്കണേ, കവർ ചെയ്യാനൊരു ശക്തി കൊടുക്കണേ എന്നുള്ള ഉദ്ദേശിക്കണം. എൻ്റെ ലാസ്റ്റ് ഒരു വരിയുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. മുറിവെല്ലാം മായ്ക്കുന്നോനെ മുഖമെല്ലാം വാടുന്നിന്ന് ഹൃദയത്തിനാഴത്തിൽ എൻ മുറിവൊക്കെ കാണുന്നില്ലേ, മുറിവെല്ലാം മായ്ക്കുന്നോനെ മുഖമെല്ലാം വാടുന്നിന്ന് ഹൃദയത്തിനാഴത്തിൽ എൻ മുറിവൊക്കെ കാണുന്നില്ലേ എന്നൊരു വരിയുണ്ട്. അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ്. അതായത് നമ്മൾ പഠിച്ച റബ്ബിനോട്, അതായത് ദൈവത്തിനോട് തേടുന്നൊരു സംഭവമാണ്. ഞാൻ അങ്ങനെ പെയിനിലാണ്, എന്നെ സഹായിക്കണം. അത് നമ്മൾ എഴുതിയ സോങ് ആണ്, ഞാൻ മുസ്ലിം കൂടി എഴുതിയൊരു സോങ് ആണ്. അത് BSM എന്ന് പറഞ്ഞിട്ട് ബാസിമാണ് എൻ്റെ ബീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. അല്ല അത് ഞാൻ പറഞ്ഞല്ലേ, അത് ഇതിന്റെ സത്യം പറഞ്ഞാൽ മെജോറിറ്റി ഭാഗം എഴുതിയത് മുസ്ലിമാണ്. ഇതിന് മുന്നേ ഒരു ഗതികാലം എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ മുസ്ലിയുടെ ലൈഫാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അങ്ങനെ കടം കയറി ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിലുണ്ട്, കടം പറഞ്ഞത് കൊടുത്തു വിട്ടുവാൻ ചുടുക്കം കണ്ടതിനൊടുക്കം കാണുവാൻ കറപുരണ്ട ഒരു ജീവിതം കണ്ടിട്ട് കണ്ണടച്ചിട്ടവർ ഒഴിഞ്ഞു മാറുന്നു തിടുക്കം കൂട്ടി നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒടുക്കം കണ്ടിട്ട് മാത്രം ചേർത്ത് മിടുക്ക് കാട്ടുവാൻ പുറത്ത് പോകുമ്പോൾ മറുപടി വാക്ക് നീ മുന്നിട്ട് കാണി നീ പറഞ്ഞിട്ട്. അതായത് കറക്റ്റ് റാപ്പാണ്. ഞാൻ റാപ്പ് പാടൂല, അത് ഓൻ്റെ ലൈഫാണത്. അതിൽ ഞാൻ എഴുതിയ ലിറിക്സ് ഉണ്ട്, ഇത് കരതേടും കഥയാണ്, നേരുള്ളവൻ്റെ കഥയാണ്, ചങ്കിക്കൊണ്ട കഥയാണ്, വിങ്ങിപ്പോയ കഥയാണ്, പടച്ചോൻ്റെ അടിയാണ്, പാടുന്നവൻ്റെ വിധിയാണ്, പടപ്പോള കളിയാണ്, നീറിപ്പോയ മനസ്സാണ് പറഞ്ഞിട്ട് അതിൽ ഞാൻ എഴുതിയ ലിറിക്സ് അതാണ്. അതായത് കരതേടും കഥയാണ്, നേരുള്ളവൻ്റെ കഥയാണ്, ചങ്കിക്കൊണ്ട കഥയാണ്, വിങ്ങിപ്പോയ കഥയാണ്, പടച്ചോൻ്റെ അടിയാണ്, പാടുന്നവൻ്റെ വിധിയാണ്, പടപ്പോള കളിയാണ്, നീറിപ്പോയ മനസ്സാണ്. പിന്നെ പടപ്പോള കളി എന്നുള്ള ഉദ്ദേശിച്ച് കൂടുള്ളവർ ചതിച്ചു എന്നുള്ളൊരു സാധനമാണ്. അത് ഗതികാലം എന്ന് പറഞ്ഞ സോങ്. ഇത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ദുനിയ. ഈ വീഡിയോ ഇപ്പൊ നല്ല റീച്ചുള്ള വീഡിയോ, മില്യൺ വ്യൂസ് വന്ന വീഡിയോ. അത് കുറെ റീലൊക്കെ പോയ വീഡിയോ ആണ്. ആ വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ അധികം ഫിലിം സോങ്സ് ആണ് പാടാറ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു ആൽബം സോങ്ങാണ്.
അതിൻ്റെ ഒരു റീക്രിയേറ്റഡ് വെർഷനാണ്. ഓക്കെ. അപ്പോൾ കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ആൽബം സോങ് ട്രൈ ചെയ്യാൻ. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ജസ്റ്റ് ഒരു ആൽബം സോങ് പാടും, പഴയ ഒരു മാപ്പിള വൈബ് ഒരു ആൽബം സോങ് പാടുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇഷ്ടം തോന്നി ചെയ്തൊരു സാധനമാണ്. ഇതിൻ്റെ ഫ്രണ്ട് അൻസാർ പറഞ്ഞിട്ട് അവന് കുറേ കാലം മുന്നേ ഇതിൻ്റെ ഒരു കവർ ചെയ്തായിരുന്നു. അന്ന് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കുറേ ആൾക്കാർ Q&A ഒക്കെ ഇടുമ്പോൾ പറയും ഒരു മാപ്പിള സോങ് പാടും, ഒരു ആൽബം സോങ് പാടുമെന്ന് വെച്ചപ്പോൾ ഫസ്റ്റ് മനസ്സിൽ വന്ന സോങ്ങാണ് ഇത്. അങ്ങനെ വെറുതെ ട്രൈ ആക്കി നോക്കിയതാണ് ആ സോങ് പാടാം. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ, സുബർഗത്തോപ്പിലെ ഊറിയ പോലെ മൊഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ. സുബഹി നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും എന്നെ, സുബർഗത്തോപ്പിലെ ഊറിയ പോലെ മൊഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ. ഓക്കെ. അപ്പം ഞാൻ ഇത് ചോദിച്ചില്ല, ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉള്ളൊരു സിംഗർ അങ്ങനെ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഫീൽഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് എ റഹ്മാൻ സാറാണ്. അതുപോലെ എന്താ പറയുക, പിന്നെ എനിക്ക് കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ കേൾക്കാറുള്ള പാട്ടുകൾ അനിരുദ്ധ് സാറിൻ്റെ പാട്ടുകൾ. ഏറ്റവും കൂടുതൽ കേൾക്കൽ അനിരുദ്ധ് സാറിൻ്റെ പാട്ടുകളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് വിചാരിക്കുന്ന വ്യക്തി എ റഹ്മാൻ സാറാണ്. നമ്മളെല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഒരു വൺ ഓഫ് ദി ഡ്രീം ആയിരിക്കും എ റഹ്മാൻ സാറിനെ കാണണം എന്നുള്ളത്. എനിക്കും അത് തന്നെ. അങ്ങനെ ഒരു ദിവസം കാണാൻ പറ്റട്ടെ. അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം, പാടാനായാലും കേൾക്കാനായാലും? അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അനിരുദ്ധ് സാറിൻ്റെ കമ്പോസിഷനുള്ള പാട്ടുകളൊക്കെ പൊതുവെ എനിക്ക് സ്യൂട്ടായിട്ട് തോന്നാറുണ്ട്. ഞാൻ പാടുന്ന മിക്ക പാട്ടുകളും അങ്ങനത്തെ പാട്ടുകളാണ്. അതാകുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ഇല്ലാത്ത പാട്ടുകളാണ്. അതായത് സിമ്പിളായിട്ട് ആർക്കും പാടാൻ പറ്റുന്ന പാട്ടുകളായിരിക്കും. അതെന്ന് അത്യാവശ്യം ഒരു ഫീൽ കൊടുത്ത് പാടി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നാവും ചെയ്യും. അങ്ങനത്തെ പാട്ടുകളായിരിക്കും. വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മുപ്പര പാട്ടിൽ. അപ്പോൾ ഞാൻ എൻ്റെ മെജോറിറ്റി ഓഫ് പാട്ടുകളും അനിരുദ്ധ് സാറിൻ്റെ കമ്പോസിഷനിലെ പാട്ടില്ല. ഞാൻ കവർ ചെയ്യണ പാട്ടിലും ഒരു മെജോറിറ്റി സോങ്സും മൂപ്പര സോങ്സാണ്. കുറേ ആൾക്കാർ ഇഷ്ടമാണ്. അതായത് മലയാളത്തിലാണ് എനിക്ക് വിനീത് ശ്രീനിവാസാണ് ഇഷ്ടമാണ്. പിന്നെ പാട്ട് കണ്ടിട്ട് ഇങ്ങനെ സെലിബ്രിറ്റീസ് അങ്ങനെ ആരെങ്കിലും മെസ്സേജ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെ സിംഗേഴ്സ് ആണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയാ? ഒരു പ്രാവശ്യം ഇവര് അതായത് പേളിമാണി മാഡം ഒരു പ്രാവശ്യം, അതായത് ഞാൻ ഈ ലൈഫ് ഓഫ് എന്നുള്ള സോങ് ഇല്ലേ അത് ചെയ്ത സമയത്ത് മോളെ വെച്ചിട്ട് റീൽ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തായിരുന്നു. അന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, കൊള്ളാം പാട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു. എത്ര അയച്ചു, കൊള്ളാം നന്നായിട്ടുണ്ട് പറഞ്ഞു. ഭയങ്കര ഹാപ്പി. പിന്നെ ഫോളോ ചെയ്ത് അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര സന്തോഷമായി. അത് പിന്നെ ഈ പറഞ്ഞ പോലെ GV സാറിന് കോൾ വന്നപ്പോൾ അതും തീരെ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത്, കാരണം മൂപ്പരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡ് കിട്ടിയ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ മൂപ്പരെ എനിക്കിപ്പോൾ പാടാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് ജസ്റ്റ് മൂപ്പരോട് സംസാരിക്കാൻ പറ്റിയ ഒരു എന്നെ പോലെ ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു എന്താ പറയുക ലൈഫ് ടൈം പോലെ അച്ചീവ്മെന്റ് പോലത്തെ ഒരു സംഭവമാണ്. അതായത് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് സമയം മൂപ്പരോട് സംസാരിക്കാൻ പറ്റും. മൂപ്പര് എനിക്ക് ആ പാട്ട് എനിക്ക് പാടി തന്നത്, അതായത് ഇങ്ങനെ പാടണം അങ്ങനെ പാടണം. എൻ്റെ ഇപ്പോഴും എൻ്റെ വോയിസ്, അതായത് മൂപ്പരിക്ക് പാടി തരുന്ന, അതായത് ഇങ്ങനെ പാടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം ഭയങ്കരമായിട്ട് എന്താ പറയാ ഹാപ്പി. ഓക്കെ. ആൻഡ് ഓൾസോ ഇതല്ലാതെ, അതായത് മ്യൂസിക് അല്ലാതെ വേറെ എന്തെങ്കിലും ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ആക്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും? ആക്ടിങ് ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ ഞാൻ പണ്ടൊക്കെ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ അത് കളഞ്ഞ് ഫുൾ ഡിലീറ്റ് ചെയ്ത്. ആ സമയത്ത് ഫുള്ള് ഞാൻ എയറിലായിരുന്നു. അതായത് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഫോളോവേഴ്സ് ഒന്നും ഇല്ല. ഭയങ്കര കോമഡിയാണ് സംഭവം. അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല രസമാണ്, പക്ഷെ ഇപ്പൊ ഇന്ന് കാണുമ്പോൾ അതങ്ങനെ തന്നെയാണ്, ആർക്കായാലും അങ്ങനെയാ, ഭയങ്കര കോമഡിയാ. അതായത് ആ സമയത്ത് എല്ലാവരും കളിയാക്കും. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ, ഞാൻ ഒക്കെ അർച്ചീവ് ചെയ്ത്. നമുക്ക് ഇനി വൈൻഡപ്പിലേക്ക് പോവാം. അതിനു മുന്നേ ഒരു പാട്ടും കൂടി, നമ്മുടെ ഹയോഡ ആ പാട്ടില്ലേ,
பார்த்த கண்ணு ஓருதே கண்ணமாகுதே புத்தி மாறிய சத்தம் போடுதே ஓ ஓ உள்ளார ஐயோடா அவ பார்த்த பார்வை மெய்யோடா அவளோட போத தன்னாலே ஏறுதே തള്ളിപ്പോയി ഉയരാടുതേ. ഓക്കെ, അപ്പം നമ്മുടെ ആഷിഖിൻ്റെ എന്താ പറയുക ഉറ്റ ചങ്ങാതിയായ സഫാൻ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സഫാൻ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായി. അപ്പം എനിക്കൊരാഗ്രഹം അവരെ രണ്ടുപേരും കൂടി നിർത്തിയിട്ടൊരു സോങ് പാടിക്കണം എന്നുള്ളത്. അപ്പം നമുക്കിനി അവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു സോങ് കേൾക്കാം. റെഡി അല്ലേ രണ്ടാളും? സഫം പാടും, എനിക്ക് വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി സഫം പാടും. അത്ര ഞാൻ പാടി, ഇനി സഫം പാടും. അതല്ല അല്ല, ഡുവറ്റ് ശരിയാവില്ല, ഒറ്റക്ക് പാടും. മലയാളത്തിൽ പാട്ടാടാ. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയാ. ആരാധികേ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ വെറൈറ്റി മീഡിയയിലെ പ്രേക്ഷകർക്കും ഒരുപാട് നല്ല നല്ല പാട്ട് കേൾക്കാൻ പറ്റി. അതേപോലെ തന്നെ ആഷിഖ് പറഞ്ഞ പോലെ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.